നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു മുഖം തന്നെയാണ് നീലത്താമരയിലെ കുഞ്ഞിമാളുവായി മലയാളികൾക്ക് മുമ്പിൽ എത്തിയ അർച്ചന കവി. ആദ്യ ചിത്രത്തിലൂടെ അർച്ചന നേടിയ പ്രശസ്തി വളരെ വലുതായിരുന്നു. അതിനോട് കിടപിടിക്കുന്ന കഥാപാത്രങ്ങൾ പിന്നീട് നടിയുടെ കരിയറിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. അടുത്തിടെ റിലീസ് ചെയ്ത ടോവിനോ ചിത്രം ഐഡന്റിറ്റിയാണ് അർച്ചനയുടെ ഏറ്റവും പുതിയ ചിത്രം. സിനിമയിലെ നടിയുടെ പ്രകടനം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. 10 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം അർച്ചന ചെയ്ത മലയാള സിനിമ കൂടിയാണ് ഐഡന്റിറ്റി. സോഷ്യൽ മീഡിയയിൽ സജീവമായ അർച്ചന സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളടക്കം പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. വിവാഹമോചനവും അതിനെ തുടർന്നുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകളുമെല്ലാം നടിയെ ഒരു സമയത്ത് വല്ലാതെ ബാധിച്ചിരുന്നു. അന്ന് കുടുംബവുമായിരുന്നു നടിക്ക് കരുത്ത് പകർന്നത്. ഇപ്പോഴിതാ നടിയുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് നടി. എന്ത് വേണമെങ്കിലും വീട്ടിൽ പോയി പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നും അതാണ് തനിക്കുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നും നടി പറഞ്ഞിരുന്നു. എനിക്കുള്ള ചില പ്ലസ് പോയിന്റ്സുകളുണ്ട്. അതിലൊന്ന് എനിക്ക് എന്ത് വേണേലും വീട്ടിൽ പോയി പറയാം എന്നതാണ്. പൊതുവേ മാരേജിനെ കുറിച്ച് പെൺകുട്ടികൾക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടും. അത്രയും ട്രെയിനിങ് ആൺകുട്ടികൾക്ക് കിട്ടുന്നില്ല. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. മാരേജ് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ അറിയിക്കാതെ മാനേജ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീട്ടിൽ അറിയിച്ചു. എല്ലാം ഇട്ടിട്ട് പോകാമെന്ന് മൈൻഡ് സെറ്റ് ആയിരുന്നില്ല എനിക്ക്. എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്നായിരുന്നു എനിക്ക് അറിയേണ്ടിയിരുന്നത്. ആദ്യം അമ്മ സംസാരിക്കാനും മാനേജ് ചെയ്യാനും എല്ലാം നോക്കി. പക്ഷേ എൻ്റെ മെൻ്റൽ ഹെൽത്ത് വളരെ മോശമായി. അമ്മ മെഡിക്കൽ ഫീൽഡിലുള്ള ആളായതുകൊണ്ട് എൻ്റെ വീട്ടിൽ അതൊന്നും വിഷയമല്ല. സൈക്കാട്രിസ്റ്റിനെ കാണിക്കണോ എന്നുള്ളതൊന്നും വിഷയമല്ല. അങ്ങനെ അവർ എന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. ആരും കോവിഡ് കാലം നല്ലതാണെന്ന് പറയില്ല, പക്ഷെ എനിക്കത് നല്ല കാലമായിരുന്നു. കാരണം 2 വർഷം വീടിനുള്ളിൽ അടച്ചിരുന്നത് കൊണ്ട് അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയോ ആരും തന്നെ എന്നോട് വന്ന് ചോദിച്ചില്ല, നീ എന്താണ് കെട്ടിയവൻ്റെ വീട്ടിൽ പോകാത്തതെന്ന്, എന്താ എപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത് എന്നൊന്നും ചോദിച്ചില്ല. എല്ലാവരും കരുതി ഞാൻ ലോക്ക്ഡൗണിൽ പെട്ടുപോയതാണെന്ന്. എല്ലാത്തിൽ നിന്നും റിക്കവർ ചെയ്യാൻ എനിക്ക് സമയം കിട്ടി. അതുകൊണ്ട് എനിക്ക് കോവിഡ് ഒരു അനുഗ്രഹമായിരുന്നു. എനിക്ക് പ്രൈവസിയും കിട്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് അർച്ചന പറഞ്ഞത്. സുഹൃത്തായിരുന്ന അബീഷായിരുന്നു അർച്ചനയെ വിവാഹം ചെയ്തത്. പ്രമുഖ കൊമേഡിയൻ കൂടിയാണ് അബീഷ് മാത്യു. ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം. 2016 ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം. അർച്ചനയുടെ യൂട്യൂബ് ചാനലിലൂടെ അബീഷ് പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. അർച്ചനയുമായി വേർപിരിഞ്ഞ ശേഷം അബീഷ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് താനിപ്പോൾ ചിന്തിക്കുന്നില്ലെന്നാണ് അടുത്തിടെ അർച്ചന പറഞ്ഞതും. സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും അർച്ചന അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നടിയുടെ പുതിയ സിനിമ സമ്മിശ്ര പ്രതികരണങ്ങളോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അർച്ചന വീണ്ടും എത്തുമ്പോൾ മലയാളികൾ ഒന്നടങ്കം ആ നടിയെ സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഇതിനുള്ള സൂചന. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.